ഹായ് ഓൾ, ഐ എം നിൽഷ. ഞാൻ എടുക്കുന്ന 7th ഇംഗ്ലീഷാണ്. അതിലെ ഫസ്റ്റ് യൂണിറ്റായ നേച്ചർ സ്പ്ലെൻറ്റി എന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന സ്റ്റോറിയാണ് എടുക്കുന്നത്. അത് റസ്കിൻ ബോണ്ടാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് എൻ ഇന്ത്യൻ ഓതർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ് ആൻഡ് ഹി ബോൺ ഇൻ ഹിമാചൽ പ്രദേശ്. എന്താ ഇന്ത്യൻ റൈറ്ററായ ഇംഗ്ലീഷ് റൈറ്ററാണ്. ഇന്ത്യയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം, ഹിമാചൽ പ്രദേശിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. റസ്കിൻ ബോണ്ടിൻ്റെ പൊതുവായ എല്ലാ സ്റ്റോറീസിലും അല്ലെങ്കിൽ പോയംസിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായിരിക്കും, നേച്ചറുമായിട്ടുള്ള ഒരു റിലേഷൻ, മനുഷ്യൻ്റെയും പ്രകൃതിയുടെ ഒക്കെ ഒരു ബന്ധമാണ് അദ്ദേഹം കൂടുതലായിട്ട് നമുക്ക് മുമ്പിൽ എത്തിക്കുന്നത്. നമുക്ക് സ്റ്റോറിയിലോട്ട് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഒരു കോട്ട് നോക്കാം അല്ലേ. നമ്മുടെ ബ്രെയിൻ ട്രേസിയുടെ ഒരു കോട്ട് നോക്കാം. നെവർ കൺസിഡർ ദ പോസിബിലിറ്റീസ് ഓഫ് ഫെയിലിയർ ആസ് യു ലോങ് ആസ് പെർസിസ്റ്റ് യു വിൽ ബി സക്സസ്ഫുൾ. പരാജയത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ബോധേഡാവേണ്ട ആവശ്യമില്ലേ. ഏതുവരെ നമ്മൾ ഈ ഭൂമി നിലനിൽക്കുന്നത് വരെ പരാജയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ കോട്ടോട് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്കൊരു സ്റ്റോറിയാണെന്ന് പറഞ്ഞു അല്ലേ. ഹൗ ഫാർ ഇസ് ദ റിവർ, നദി എത്ര അകലെ എന്നൊരു സ്റ്റോറിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളെ പോലെ ഒരു 12 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ ജേണിയാണ്. എവിടോട്ടുള്ള ജേണിയാണ്? റിവർ കാണാൻ വേണ്ടി, ടു ദി റിവർ കാണാൻ വേണ്ടി അവൻ പോകുന്ന ഒരു യാത്രയെക്കുറിച്ചാണ് ഈ സ്റ്റോറി പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറി ഫുള്ളായി പറയുന്നത് എന്താ, അവൻ്റെ ഡിറ്റർമിനേഷൻ, അവൻ്റെ അത്രയുള്ളൂ ആഗ്രഹം, അവൻ ഒരിക്കലും പിന്നോട്ട് പോവാണ്ട് മുന്നോട്ട് തന്നെ പോവുക ചെയ്യുന്നത്. അതുപോലെ നമ്മളെല്ലാവർക്കും ഉണ്ടാവും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ. പക്ഷെ നമ്മൾ എന്താ ചെയ്യാറ്? നമുക്ക് പേടിയാണല്ലേ, അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് ചിന്തി നമ്മൾ എന്താ ചെയ്യാറ്? പുറകോട്ട് നിൽക്കുക ചെയ്യുന്നത്. പക്ഷേ ഈ 12 വയസ്സായ ഒരു ആൺകുട്ടി, അവൻ്റെ ലൈഫിൽ അവനുള്ള ഒരു ചെറിയ ആഗ്രഹമാണ് എന്താണ്, റിവർ കാണുക എന്നുള്ളത്. നമുക്ക് കേൾക്കുമ്പോൾ തോന്നും തമാശയായിട്ട്, എന്താ റിവർ കാണാൻ അത്രയുള്ള സംഭവമാണോ? പക്ഷെ അവനെന്ത് വലിയ ഡ്രീമാണ്. അവൻ ആ ഡ്രീമിലോട്ട് എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ജേണിയാണ് റസ്കിൻ ബോണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്. പൊതുവേ കാണുമ്പോൾ കുഞ്ഞു സ്റ്റോറി അല്ലെങ്കിൽ വലിയ സംഭവമായിട്ട് കാണാത്തൊരു സ്റ്റോറി ആണെങ്കിൽ പോലും ഡീപ്പായ ഒരുപാട് മീനിങ്സ് ഉണ്ട് അതിന്. നമുക്ക് നൽകുന്ന ഒരു വലിയ മെസ്സേജും ഉണ്ട്. നമുക്കപ്പോൾ സ്റ്റോറിയിലോട്ട് പോവാം. ഇതിൽ ആ ബോയ് അൺനെയിംഡ് ആണ്. ബോയെക്കുറിച്ച് പേരൊന്നും അദ്ദേഹം കൊടുത്തിട്ടില്ല. പക്ഷെ അവനെക്കുറിച്ച് അവൻ്റെ അപ്പിയറൻസ് പറയുന്നുണ്ട്, അവൻ്റെ ഏജ് പറയുന്നുണ്ട്, ബാക്കിയെല്ലാം അവൻ്റെ ഡ്രീംസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സ്റ്റോറിയിലോട്ട് നോക്കാം. Between the boy and the river stood a mountain. The boy was young. The river was small, but the mountain was big. ആ കുട്ടിക്കും റിവറിനും നടുക്കായിട്ട് എന്താ കാണുന്നത്? സ്റ്റുഡ് എ മൗണ്ടെയിൻ, ഒരു വലിയ പർവ്വതമുണ്ട്. ആ കുട്ടി യങ് ആണ്. റിവർ വാസ് സ്മോൾ ബട്ട് മൗണ്ടെയിൻ വാസ് ബിഗ്. കുട്ടി ചെറുതാണ്, അവിടെ ഉള്ള നദിയും ചെറുതാണ്, പക്ഷെ നടുക്കുള്ള മൗണ്ടെയിൻ വളരെ വലുതാ. ആ പർവ്വതം വളരെ വലുതാ. The thickly forest mountain hid the river, but the boy knew it was there. He had never seen the river with his own eyes, but from the villagers he had heard of it. Of the fish in its waters and of its rocks he wished to touch the water and know personally. അവൻ ആ തിക്ലി ഫോറസ്റ്റ് മൗണ്ടെയിൻ, മരങ്ങളാൽ തിങ്ങി നിറഞ്ഞിട്ടുള്ള മൗണ്ടെയിൻ അവൻ്റെ കണ്ണിൽ നിന്ന്, കാഴ്ചയിൽ നിന്ന് ആ റിവറിനെ മറച്ചു പിടിക്കുക ചെയ്യുന്നത്. പക്ഷെ അവൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ആ നദിയെക്കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആരിൽ നിന്നാണ്? വില്ലേജേഴ്സ്, ഗ്രാമവാസികളുടെ അടുത്ത് നിന്ന് അവൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവൻ കണ്ടിട്ടില്ല. പക്ഷെ ഇനി അവൻ്റെ ആഗ്രഹം അതിപ്പോൾ സ്വന്തമായി ഒന്ന് പോയി കണ്ട് അതിനെക്കുറിച്ച് അറിയണം എന്നവൻ്റെ ആഗ്രഹമുണ്ട്. നമുക്കിവിടെ ഒരുപാട് വേർഡ്സ് പരിചയപ്പെടാണ്ടായിരിക്കും അല്ലേ. നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ കുറച്ചും കൂടെ ഒക്കെ ഒരു ടഫായുള്ള വേർഡ്സ് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഹി സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് ഓൺ ദ ഹിൽ ഓപ്പോസിറ്റ് ദ മൗണ്ടെയിൻ ആൻഡ് ഗേസ്ഡ് അക്രോസ് ദ വാലി. നമ്മൾ പുതിയൊരു വേർഡ് ഗേസ്ഡ്. ഗേസ് മീൻസ് ഉറ്റു നോക്കുക. ഗേസ് ഉറ്റു നോക്കാം. ഇപ്പം ആ കുട്ടി അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അവിടെ അവൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മൗണ്ടെയിൻ മാത്രം. പക്ഷെ അവൻ ഇമാജിൻ ചെയ്യുക അതിനപ്പുറത്തൊരു നദിയുണ്ട്. ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു നദി അവിടെ ഉണ്ടെന്ന് അവൻ ഇമാജിൻ ചെയ്യുകയാണ്. ഇനി അവൻ്റെ അപ്പിയറൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹി വാസ് അബൌട്ട് 12 years old boy, a steady boy with untidy black hair and shining black eyes. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked to feel the warm stones and cool grass. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? ഹി വാസ് 12 years old boy, 12 വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയാണ്. പിന്നെ അൺടൈഡി ബ്ലാക്ക് ഹെയർ, ചീകി ഒതുക്കാത്ത വൃത്തിയില്ലാത്തൊരു തിളത്തിട്ട് കാണുന്ന കറുത്ത മുടികളും, ബ്ലാക്ക് ഷൈനിങ് ഐസ്, കറുത്ത തിളങ്ങുന്ന കണ്ണുകളും, ഫൈൻ ഫീച്ചേഴ്സ്. അവൻ നല്ല കാണാൻ തൊലിയൊക്കെ കുഴപ്പമില്ല, പക്ഷെ അവൻ്റെ കൈകാലുകളൊക്കെ വരണ്ടുണങ്ങിയതുപോലെയാണ്. അത് മാത്രമല്ല അവൻ ബെയർ ഫൂട്ടഡ് ആണ്. ബെയർ ഫൂട്ടഡ് മീൻസ് നഗ്നപാതൻ. ബെയർ ഫൂട്ടഡ്. എന്തുകൊണ്ടാണ് അവൻ നഗ്നപാതൻ ആവാൻ കാരണം?
അവൻ എന്താ വേണ്ടത്? അവന് ആ ആ റോക്സിൻ്റെ കല്ലുകളുടെ ചെറിയ ചൂടും പുല്ലിൻ്റെ തണുപ്പും അല്ലേ, അതൊക്കെ നമുക്ക് നടക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ ചെറിയ കല്ലുകൾക്ക് എന്താ പ്രത്യേക ഒരു ചെറിയൊരു ചൂടുണ്ടായിരിക്കും, വെയിലിട്ട് കിടക്കുമ്പോൾ ഒരു ഇളം ചൂടുണ്ടായിരിക്കും. അതുപോലെ എന്താ പുൽനാമ്പുകൾക്ക് ചെറിയൊരു തണുപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇവൻ പോകാൻ പോകുന്ന വഴി എങ്ങനെയാണ്? നല്ല ക്ലിയർ ആയിട്ടുള്ള വഴിയാണോ? അല്ല, ഇതെന്താണ് കാട്ടിലൂടെയൊക്കെയുള്ള യാത്രയായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ആ പുല്ലിൻ്റെയും കല്ലിൻ്റെയൊക്കെ ചെറിയ തണുപ്പും ചൂടൊക്കെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവൻ ബെയർ ഫൂട്ടഡ് ആയത്. Then it was 11 o'clock and he knew his parents wouldn't return home till evening. There was a loaf of bread he could take with him, and on the way he might find some fruits. He was the opportunity he had waited for. His mother and father had gone to visit relative. For the entire day he had left him his son. If he came home before dark, before they returned, he wouldn't know where he had been. അപ്പോൾ എന്താ അവൻ എന്താ ചെയ്തേ? അവൻ ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കാമല്ലേ, വീട്ടിൽ അച്ഛനും അമ്മയൊന്നുമില്ല, അവർ റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടി പോയിരിക്കുക. അപ്പോൾ എന്താ ചെയ്യുന്നത്? വീട്ടിലുള്ള ഒരു കഷ്ണം റൊട്ടിയെല്ലാം പാക്ക് ചെയ്ത് അവൻ തയ്യാറാവുക. അവിടെ ഓപ്പർച്യൂണിറ്റി എന്നൊരു വേർഡ് നമ്മൾ കണ്ടത്. എന്താ ഓപ്പർച്യൂണിറ്റി? വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി? അവസരം, നമുക്ക് കിട്ടുന്ന ഒരവസരം. അവനിവിടെ എന്താണ് അവസരം കിട്ടിയല്ലേ? അവൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് പോയപ്പോൾ അവനെന്താ അവസരം കിട്ടുക ചെയ്തത്. അപ്പോൾ അവൻ ആ വീട്ടിലുള്ള ബ്രെഡെല്ലാം പാക്ക് ചെയ്ത് റൊട്ടിയെല്ലാം പാക്ക് ചെയ്ത് അവൻ പോകാൻ വേണ്ടി തയ്യാറെടുക്കുക ചെയ്യുന്നത്. He went into the house and wrapped the loaf in a newspaper. Then he closed all the doors and windows. എന്താ ചെയ്യുന്നത്? അവനെല്ലാം വീട്ടിലെ എല്ലാ ഡോറും വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് ആ ബ്രെഡും പാക്ക് ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ ചെയ്യുന്നത്. The path to the river dropped steeply into the valley in the rose and went round the big mountain. It was frequently used by the villagers, the woodcutters, milkmen, mule drivers, but there were no villages beyond the mountain or near the river. അപ്പോൾ എന്താ അവനിനി പോകാൻ പോകുന്ന വഴി, ആ മൗണ്ടനിലോട്ടുള്ള വഴി എങ്ങനെയാണ്? ആ പർവ്വതത്തെ ചുറ്റി വേണം അവന് റിവറിൽ എത്താൻ വേണ്ടി. പക്ഷെ ആ വഴി, അവനാ പോകുന്ന വഴികൾ ആരാ യൂസ് ചെയ്യാറ് കൂടുതലായിട്ട്? വില്ലേജേഴ്സ്, ഗ്രാമവാസികൾ, വുഡ് കട്ടേഴ്സ് മീൻസ് മരം വെട്ടുകാർ, മ്യൂൾ ഡ്രൈവേഴ്സ് എന്ന് വെച്ചാൽ കോവർ കഴുതുകൾ. മ്യൂൾ മീൻസ് കോവർ കഴുതയാണ്, അതിനെ കൊണ്ട് നടക്കുന്ന ആളുകൾ. പിന്നെ മിൽക്ക്മാൻ, പാൽ വിൽപ്പനക്കാർ, ഇവരൊക്കെയാണ് കൂടുതലായിട്ട് ആ വഴി ഉപയോഗിക്കാറുള്ളത്. അത് മാത്രമല്ല, ആ വഴി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് അങ്ങോട്ട് പിന്നെ മൗണ്ടൈൻ അപ്പുറത്തേക്ക് എന്താണ്? അവിടെ ആരെയും കാണാൻ നമുക്ക് വില്ലേജേഴ്സിനൊന്നും കാണാൻ കഴിയില്ല, ആളുകളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ് അത്. Then the boy passed a woodcutter and asked him how far it was to the river. The woodcutter was a short but powerful man with a creased and withered face and muscles stood out in hard ugly lumps. എന്താണ് ആ വുഡ്കട്ടർ മീൻസ് മരം വെട്ടുകാർ. അവരെങ്ങനെയായിരിക്കും? കുറച്ചൊരു എന്താ പറയുക, നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, അവർ കൈയൊക്കെ ഹാർഡായിരിക്കും, ഭയങ്കര ഹാർഡായിരിക്കും. അവർ ചെയ്യുന്ന ജോലി എത്രമാത്രം കഠിനമായിട്ടുള്ള ജോലിയാണ്. അപ്പോൾ അയാളുടെ ഒരു അപ്പിയറൻസ് പറയും എങ്ങനെയാണ്? ഫേസിലൊക്കെ എന്താ ഒരു മുഴ പോലെ, ഇങ്ങനെ അഗ്ലി ലംസ്, ഇങ്ങനെ മുഴ എന്താ മാംസം തങ്ങി നിൽക്കുന്ന മുഴ പോലും കാണപ്പെടുന്നുണ്ട്. അതുപോലെ എന്താണ് ആൾ ഷോർട്ടാണ്, പക്ഷെ എങ്കിൽ പോലും കാണാൻ അത് പവർഫുൾ ആണെന്ന് തോന്നിപ്പോവും. അദ്ദേഹത്തോട് ചോദിക്കാം നദിയിലോട്ട് ഇനി എത്ര ദൂരം ഉണ്ടെന്ന് ആ ബോയ് ചോദിക്കാം. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താ? 7 miles. He said, which was fairly accurate. Why do you want to know? എന്താ 7 miles, 7 miles ഉണ്ട് നദിയിലോട്ട്. അത് മാത്രമല്ല അയാൾ ചോദിക്കുന്നത്, ഡൗട്ടോട് ചോദിക്കാം, നീ എന്തിനാ ഇപ്പോൾ ഇത് അറിയുന്നേ? നീ എന്തിനാ അറിയുന്നല്ല, നിനക്കിത് അറിയേണ്ട ആവശ്യം എന്താ? കാരണം ഒരു 12 വയസ്സുകാരൻ ആൺകുട്ടി അവൻ ചോദിക്കുക നദിയിലോട്ട് എത്ര ദൂരം ഉണ്ട് ചോദിക്കും, ആർക്കാലും ഡൗട്ട് വരില്ലേ? അദ്ദേഹം ചോദിക്കുക, നീ എന്തിനാ ഇത് അറിയുന്നത്? അപ്പോൾ അവൻ കൊടുക്കുന്ന മറുപടി എന്താ? ഐ ആം ഗോയിങ് ടു ദ റിവർ, ഹി സെഡ് ദ ബോയ്. എന്താ ഞാൻ നദിയിലോട്ട് പോവുക അല്ലേ? അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയും, ഞാൻ എന്താ നദിയിലോട്ട് പോവുക. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്താ? അലോൺ, ഒറ്റയ്ക്കോ? നീ ഒറ്റയ്ക്കാണോ പോകുന്നത്? ഓഫ് കോഴ്സ്, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകുന്നത്, തീർച്ചയായും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകുന്നത്. അദ്ദേഹം പറഞ്ഞെന്താ? ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ. It will take you 3 hours to reach there and then you have to come back. It will be getting dark. Besides, it's not an easy road. എന്താണ് അത് ശരിയാവും തോന്നുന്നില്ല. കാരണം എന്താ? അത് ഒരുപാട് ദൂരമുണ്ട്. ഇവിടുന്ന് 3 മണിക്കൂറെങ്കിൽ നീ അങ്ങോട്ട് പോകാനെടുക്കും, അതുപോലെ 3 മണിക്കൂറും തിരിച്ച് വരാനെടുക്കും. അപ്പോൾ എന്താ ഒരുപാട് അങ്ങ് വൈകും, രാത്രിയാവും. മാത്രമല്ല അത് വല്ലാത്തൊരു വഴിയാണ്, നീ ഉദ്ദേശിക്കുന്ന പോലത്തെ സ്ഥലമല്ല. എന്താ അതൊരു ഈസി റോഡല്ല, നിനക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റോഡല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവൻ എന്താ മറുപടി പറയുന്നത്? അവൻ പിന്തിരിയുന്നുണ്ടോ? ഇല്ല, ഞാൻ ആദ്യം പറഞ്ഞൂല്ലേ, നമ്മുടെ ഡ്രീം, നമ്മുടെ സ്വപ്നം, ഡിറ്റർമിനേഷൻ, അതെന്താ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ പിന്നോട്ട് മാറാം, അല്ലെങ്കിൽ ഭയന്ന് പിന്നോട്ട് മാറുന്നതിന് പകരം എന്താ ചെയ്യണ്ടേ? എന്തിനാ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനല്ല ശ്രമിക്കണ്ടേ? അവനും കൊടുക്കുന്ന മറുപടി എന്താ? കുഞ്ഞു കുട്ടി, പക്ഷെ അവൻ പറയുന്ന മറുപടി എന്താ?
But I am a good walker, said the boy, though he had never walked further than the mile from his house to school. എന്താണ്, അല്ല ഞാനൊരു നല്ല നടത്തക്കാരനാണ്, ഞാൻ നന്നായി നടക്കും. അവനെന്താ ഭയങ്കര കോൺഫിഡൻസോട് കൂടി പറയും ഞാൻ നല്ല നടത്തക്കാരനാണ്. പക്ഷെ എന്താ സത്യം എന്താ, അവൻ ഒരിക്കൽ പോലും അവൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ടും സ്കൂളിൽ നിന്ന് വീട്ടിലോട്ടും അല്ലാണ്ട് അതിൽ കൂടുതൽ ദൂരം അവൻ സഞ്ചരിച്ചിട്ടില്ല. പക്ഷെ അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അത്രയും ഡീപ്പാണല്ലേ, അതുകൊണ്ട് അവൻ പറയുന്നത് ഞാൻ ഗുഡ് വാക്കർ, ഞാൻ നല്ല നടത്തക്കാരനാണ്. The path was steepy and the boy had no run most of the time. It was dizzy, winding path. He slipped once or twice. The hill was covered with lush green ferns. The trees were wound in creepers, and a great wild dahlia suddenly reared its golden head from the leaves and ferns. എന്താണ് ആ വഴിയെക്കുറിച്ച് പറയാല്ലേ, അതൊരു പ്രത്യേക വഴിയാണ്, വഴുക്കലുള്ളത് ചുറ്റി നമുക്ക് ഡിസി വിൻഡിങ് എന്ന് പറയും. ഡിസി മീൻസ് നമുക്ക് എന്താ ഒരു മടുപ്പ് ഉളവാക്കുന്നത്, നമ്മളെ ബോധരഹിതരാക്കുന്നതൊക്കെ പറയും. മടുപ്പ് തോന്നിക്കുന്ന ഒരു തരം വഴിയാണ്, കാരണം ഒരുപാട് ചുറ്റി വളഞ്ഞു പോകും, നമുക്ക് തന്നെ മടുപ്പ് തോന്നൂല്ലേ. ഇങ്ങനെ ദൂരം നടന്ന് ഒരു എൻഡ് കാണാണ്ട് നടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ മടുപ്പ് തോന്നില്ലേ, അങ്ങനത്തെ ഒരു തരം വഴിയാണെന്ന് പറയാം. അവൻ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെ കുറിച്ച് പറഞ്ഞത് ഗ്രീൻ ഫേൺ, എന്താണ് പച്ച കുറേ പുൽനാമ്പുകൾ വള്ളിച്ചെടികളൊക്കെ കാണുന്നുണ്ട്. അത് മാത്രമല്ല എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ സഡൻലി റെയർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ് ഫ്രം ദി ലീവ്സ് ഓഫ് ഫേൺസ്. എന്താണ് അവിടുന്ന് ഒരു ഗോൾഡൻ ഡാലിയ, ഒരു ഫ്ലവറാണ്, ഡാലിയ ഒരു ഫ്ലവറാണ്, അതിൻ്റെ ഗോൾഡൻ ഹെഡ്സ് എന്താണ് പെട്ടെന്ന് ആ പുൽനാമ്പൽ കഴിയുന്ന പുറത്തേക്ക് വന്നത് അവൻ കാണുക ചെയ്യുന്നത്. ഇവിടെ പുതിയ കുറേ വേർഡ്സ് നമ്മൾ വീണ്ടും പറയുന്നുണ്ട്. എന്താണ് സ്റ്റീപ്പി മീൻസ്, സ്റ്റീപ്പി എന്താണെന്ന് മനസ്സിലായോ? സ്റ്റീപ്പി മീൻസ് കുത്തനെ എന്ന് പറയും, സ്റ്റീപ്പി. Soon the boy was in the valley and the path straightened out the rows. He met a girl who was coming from the opposite direction. He held a long, curved knife with which she had been cutting grass. The bangles she wore made music when moved her hands, and it was as though the hands spoke a language of their own. അപ്പം എന്താ, ഇവൻ കുറച്ചങ്ങ് പോകുന്നില്ല, ഇനി എന്താ ആ ചുറ്റി വളഞ്ഞ വഴിയൊക്കെ കഴിഞ്ഞു, ഇനി എന്താണ് ഇനി സ്ട്രേറ്റൻ ആയിട്ടുള്ള വഴിയാണ്, നേരെയുള്ള വഴിയാണ്. അവൻ നേരെ മല ഇറങ്ങി വരുമ്പോൾ ഒരു കുട്ടിയെ കാണുന്നുണ്ട്. എന്താ, ഒരു പെൺകുട്ടിയെ കാണും. അവളുടെ കയ്യിൽ എന്താണ് കർവ്ഡ് നൈഫ്. എന്താണ് കർവ്ഡ് നൈഫ്? എന്താ അരിവാൾ അവൻ കാണുന്നുണ്ട്. അപ്പം എന്താ അവളുടെ കൈകളിലുള്ള ഗ്ലാസ് ബാംഗിൾസ്, എന്താ അവൾ നടക്കുന്നതിന് അവളെന്താ ഒരു താളത്തിലാണ് നടക്കുന്നത്. താളത്തിനനുസരിച്ച് അവൾ കയ്യിലുള്ള വളകളും ഒരു പ്രത്യേക റിതമിക് സൗണ്ടിൽ കേൾക്കുന്നുണ്ട്. അവൻ എന്ത് ചെയ്യുന്നു, അവളോടും ചോദിക്കുന്നുണ്ട് ഹൗ ഫാർ ഈസ് ടു ദ റിവർ. ചോദിക്കുകയാണ് നദിയിലോട്ട് എത്ര ദൂരം ഉണ്ടെന്ന് അവളോടും ചോദിക്കാം. അവരൊരു ക്യൂരിയോസിറ്റി ആണല്ലോ, അറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റി ആണ്, എത്ര ദൂരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അവളോടും ചോദിക്കാം. അപ്പോൾ അവൾ ഓർക്കുന്ന മറുപടി എന്താ, ദ ഗേൾ ഹാഡ് ഒബ്വിയസ്ലി നെവർ ബീൻ ടു ദ റിവർ, or she may have been thinking of another one, because she said 20 miles without any hesitation. എന്താണ് hesitation means ഇവിടെ സംശയം, hesitation. അവളെന്താ പറയുന്നത്, അവളോട് ചോദിക്കുമ്പോൾ അല്ലേ അവൾ ഒരു സംശയം കൂടാതെ അവൾ പറയാണ് 20 മൈൽസ് ദൂരം ഉണ്ടെന്ന് പറയാണ്. എന്താ ഒന്നുകിൽ അവൾ മറ്റേതോ ചിന്തയിലായിരിക്കും, അതല്ലെങ്കിൽ അവൾ ഒരിക്കൽ പോലും ആ നദി എന്താ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എന്താ അവൾ കൊടുക്കുന്ന മറുപടി 20 മൈൽസ് എന്നാ. ഇവിടെ ബോയ് അപ്പം എന്താ ചെയ്യുന്നത്, The boy laughed and ran down the path. A parrot suddenly screeched, flew low over his head. A flash of red and green, the birds disappeared amongst the trees. എന്താ പെട്ടെന്നല്ലേ അവൻ എന്താ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ടാകും പോരുക. കാരണം അവന് മനസ്സിലായി ഒന്നുകിൽ ഇവൾ മറ്റെന്തോ ചിന്തയിലാണ്, അതല്ലെങ്കിൽ എന്താ ലൈഫിൽ ഒരിക്കൽ പോലും അവൾ ആ നദി കണ്ടു കാണില്ല. അവർ ചെറിയ പുഞ്ചിരി നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോരുന്ന വഴിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണിലൂടെ ഒരു പാരറ്റ്, സഡൻലി ഒരു പാരറ്റ് എന്താ പറന്നങ്ങ് പോകും. റെഡ് ആൻഡ് ഗ്രീൻ ഫ്ലാഷ്, ചെറിയ വെളിച്ചം കാണാം, എന്താ പച്ചയും ചുവപ്പും കാണുന്ന ഒരു വെളിച്ചത്തിൽ ഒരു പാരറ്റ് അങ്ങ് പറന്നു പോകുന്നത്. പെട്ടെന്ന് എന്താ അത് മരങ്ങൾക്കിടയിലോട്ട് അപ്രത്യക്ഷമാവുകയും ചെയ്തു. A trickle of water came from the hillside and the boy stopped to drink. The water was cold and sharp but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill and the dusty path became hotter. The stones scorching the boy's feet. He was sure he had gone halfway. He had walked for an hour. എന്താണ് അവൻ കുറച്ച് നടന്നപ്പോൾ ഒരു കുഞ്ഞ് അരുവി കാണുന്നുണ്ടല്ലോ, അവൻ അവിടെ നിൽക്കുകയാണ്. എന്താ ഒരുപാട് അവൻ നടന്നു, ഇനി വല്ലാണ്ട് ക്ഷീണിച്ചു, ഇനി കുറച്ച് വെള്ളം കുടിക്കാൻ നദി കാണുമ്പോൾ അരുവി കാണുമ്പോൾ നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്താ അതിലെ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ അവന് തോന്നാല്ലേ അത് വീണ്ടും വീണ്ടും അവനെ റിഫ്രഷ് ആക്കും. പക്ഷെ കൂടെ തന്നെ എന്താ ചെയ്യുന്നത്, വീണ്ടും വീണ്ടും തേസ്റ്റ് മീൻസ് ദാഹമാണ്.
തേസ്റ്റ് ദാഹം, തേസ്റ്റ് എന്താ അവനെ വീണ്ടും വീണ്ടും കുടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക, വെള്ളത്തിൻ്റെ ഒരു തണുപ്പും അതിൻ്റെ റിഫ്രഷ് ചെയ്യിക്കുന്ന ആ ഒരു ഇത് അവനെ വീണ്ടും ആ വെള്ളം കുടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ കുറിച്ച് സണ്ണിനെ കുറിച്ച് പറഞ്ഞില്ലേ, വല്ലാണ്ട് വെയിൽ ചൂടായി വരെ ചെയ്യുന്ന സണ്ണ് അവനെ സൂര്യൻ വല്ലാണ്ട് അവനെ കുത്തുന്ന പോലെ തോന്നുക. കാരണം ഇനിയുള്ളോട്ട് ഒരു മണിക്കൂറാണ് പിന്നിട്ടെന്ന് അവൻ സ്വയം തോന്നുന്നുണ്ട്. അത് മാത്രമല്ല ഇനി ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പക്ഷെ എന്താ സൂര്യൻ അവന് വല്ലാണ്ട് അങ്ങ് ഡിസ്റ്റർബ് ചെയ്യുന്നത്. കാരണം ഒരു 12 വയസ്സായ കുട്ടിയാണ് അവന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരിക്കും. അത്രയും ദൂരം ഒറ്റയ്ക്ക് നടക്കുക ചെയ്യുന്നത്. അപ്പം എന്താ അവന് വല്ലാണ്ട് ക്ഷീണിച്ച പോലെ തോന്നുക ചെയ്യുന്നത്. Presently he saw another boy ahead of him driving a few goats down the path. പെട്ടെന്ന് എന്താ അവനെ പോലത്തെ ഒരു ആൺകുട്ടിയെ അവൻ കാണുക ചെയ്യുന്നത്. എന്താണ് ആരാണ് ആ ആൺകുട്ടി? കുറച്ച് ഗോഡ്സിനെ കൊണ്ട് നടക്കുന്ന ഒരു ആട്ടിടനെ, ഒരു ആടുകളെ മേയ്ക്കുന്ന ഒരു പയ്യനെ അവൻ കാണുക ചെയ്യുന്നത്. അവനോട് അവൻ ചോദിക്കുന്നത് എന്താ? ഹൗ ഫാർ ഈസ് ദ റിവർ? നദി എത്ര അകലെയാണെന്ന് അവനോടും ചോദിക്കുക ചെയ്യുന്നത്. അപ്പം എന്താ ആ ആൺകുട്ടി എന്താ ചെയ്യുന്നത്? The village boy smiled in a friendly way and said, "Oh, no far, just round the next hill and straight down." എന്താ അവൻ ചിരിച്ചുകൊണ്ട് പറയുക, അത്ര ദൂരമൊന്നുമില്ല. ഈ ഒരു ഹിൽ എന്താ നേരെ നടന്നു കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താ നിനക്ക് നദി കാണാൻ കഴിയും. ഒരു ചെറിയ ചിരിയോട് കൂടി അവൻ പറയും, ഇനി അധികം ദൂരമൊന്നും നദിയിലോട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. The boy, feeling hungry, unwrapped his loaf of bread and broke into in halves, offering the portion to the village boy. They sat on hillside and ate in silence. എന്താണ് അപ്പം അവനെന്താ കുറേ ദൂരം നടന്നില്ല, ഇനി വല്ലാണ്ട് വിശക്കാൻ തുടങ്ങി. അവനെന്താ കയ്യിൽ പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ ബ്രെഡ് കയ്യിൽ കരുതിയിരുന്നു എന്ന് പറഞ്ഞു. ആ ബ്രെഡ് 2 കഷ്ണമാക്കി പകുത്തിട്ട് അതിലൊരു കഷ്ണം എന്താ ആ വില്ലേജ് ബോയ്ക്ക് കൊടുത്ത് അവർ ഒരുമിച്ചിരുന്നത് കഴിക്കുക ചെയ്യുന്നത്. When they had finished their work on together and began talking, the boy did not notice the smarting of its feet and the heat of the sun and the distance he had covered and the distance he had yet covered. But after some time the companion had diverged along another path and the boy was once more his own. എന്താണ് അവരൊരുമിച്ച് എന്താ ഭക്ഷണമൊക്കെ കഴിച്ച് അവരൊരുമിച്ച് യാത്ര തുടങ്ങുന്നു അല്ലേ, രണ്ടുപേരും ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. പക്ഷെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അവൻ എന്താ തോന്നുന്നത്? ഇതുവരെ അവൻ പിന്നിട്ട ദൂരമോ ഇനി നടക്കാനുള്ള ദൂരമോ ഇനി വരാൻ പോകുന്ന പ്രശ്നമോ ഒന്നും അവനൊരു പ്രശ്നമായി തോന്നിയില്ല. കാരണം കൂടെ നടക്കാൻ ഒരു കമ്പാനിയൻ അവന് കിട്ടി, അവൻ്റെ പ്രായമുള്ള ഒരു ആൺകുട്ടിയെ കിട്ടി. അപ്പോൾ അവനോട് സംസാരിച്ച് അങ്ങനെ പോകുമ്പോൾ എന്താ ഇനി നടക്കാനുള്ള ദൂരമോ ഇനി വരുന്ന പോകുന്ന പ്രശ്നം ഒന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പോയില്ല. അവനെക്കുറിച്ച് പേടിയായി തോന്നിയില്ല. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് വില്ലേജ് ബോയ്ക്ക് അവൻ്റെ വഴിയിലോട്ട് തിരിച്ചു പോവേണ്ടി വന്നു. വീണ്ടും ഒറ്റയ്ക്കായി. He missed the village boy. He could not be seen. His own home was also hidden from view by the side of the mountain. The river was not in sight either. He began to feel discouraged. He was sorry he had finished the bread. He might want it later. എന്താണ് അവൻ ആ വില്ലേജ് ബോയ് അവൻ തിരിച്ചു പോയല്ലേ, പിന്നെ എന്താ അവൻ ഫീൽ ചെയ്യുന്നത്? വീണ്ടും അവൻ ഒറ്റയ്ക്കായി. അവൻ നോക്കുമ്പോഴെന്താ കാണുന്നത്? മൗണ്ടെയിൻ മാത്രം. നമ്മൾ ആദ്യം ഫസ്റ്റ് പറഞ്ഞത് എന്താ? അവനവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അവൻ കാണുന്ന കാഴ്ച എന്തായിരുന്നു? നേരെ നോക്കുമ്പോൾ മൗണ്ടെയിനാണ് കാണുന്നത്, റിവർ കാണുന്നുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ റിവറിൻ്റെ അടുത്തെത്ര അവൻ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? മൗണ്ടെയിൻ ആണല്ലേ. അവൻ്റെ വീട് പോലും അവന് കാണാൻ കഴിയുന്നില്ല. വീണ്ടും അവൻ ഒറ്റയ്ക്കായി. അവന് വല്ലാണ്ട് ഡിസ്കറേജ് എന്താണ്? നിരുത്സാഹം തോന്നുക, എന്താ പേടി തോന്നുക അല്ലെ, അവന് എന്താ ഭയം തോന്നുകയാണ്. ഇനി ഇത്രമാത്രം ദൂരം വന്നു, പക്ഷെ ഇനി തിരിച്ച് പോകാനും വയ്യ. പക്ഷെ എന്താ വല്ലാണ്ട് ഒറ്റയ്ക്കാവുന്ന പോലെ, വല്ലാണ്ട് ഒറ്റയ്ക്കായി. ഇനി ഒരു പേടി തോന്നുക ചെയ്യുന്നത്, തിരിച്ച് പോകാനും വയ്യ, മുന്നോട്ട് പോകണം. എന്താ അവൻ കൺഫ്യൂസ്ഡ് ആവുക ചെയ്യുന്നത്. He was determined to see the river. He walked on along the hot, dusty, stony path past mud huts and terraced fields until there were no more fields or huts, only forest and sun and loneliness. Now there was no man or any sign of man's influence, only trees and rocks and bramble and flowers, only silence. എന്താണ് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു വരുന്ന വഴിയിൽ എന്താണ് അവിടെ വില്ലേജേഴ്സും മ്യൂൾ ഡ്രൈവേഴ്സും മിൽക്ക്മാനൊക്കെ പോകുന്ന വഴിയാണ്. അവിടെ വില്ലേജ് ഉണ്ട്, അവിടെ ഗ്രാമവാസികളെ കാണാൻ കഴിയും, ചെറിയ ചെറിയ മഡ് ഹട്ട്സ് ഒക്കെ കാണും. മഡ് ഹട്ട്സ് മീൻസ് മഡ് ഹട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺകുടിലുകൾ. ഗ്രാമങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുന്ന പോലെ വലിയ വലിയ വീടുകൾ കാണാൻ കഴിയുമോ? നമ്മുടെ വലിയ ടെറസ് വീടുകളാണോ കാണുക? അല്ല, അവിടെ എന്താ കുഞ്ഞു വീടുകളായിരിക്കില്ലേ. അപ്പം എന്താ ആ വരുന്ന വീടും ചെറിയ ചെറിയ മഡ്ഹട്ട്സൊക്കെ കണ്ടിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ എന്താ വില്ലേജേഴ്സിനെ മിൽക്ക്മാനെ ആരും കാണാനില്ല, മഡ്ഹട്ട്സും കാണാനില്ല. എന്തുമാത്രമാണ് അവിടെ ചുറ്റും മരങ്ങളും സൈലൻസ്, നിശബ്ദതയാണല്ലേ. നമുക്കാണെങ്കിൽ പോലും പേടി തോന്നും, നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെടാം. നിങ്ങളുടെ ഒരു ഏജിൽ നിങ്ങൾ ഒരു 12 വയസ്സല്ലേ, ഇപ്പം നിങ്ങൾ സ്വയം ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു, കുറേ ദൂരം എത്തി, കാട്ടിൻ്റെ നടുക്ക് ഒറ്റയ്ക്ക് പെടണമെങ്കിൽ എന്താവും അവസ്ഥ തോന്നുക? നമ്മൾ തിരിച്ചു ഓടില്ല, നമ്മൾ ആദ്യം നോക്കുക നമ്മുടെ സ്വയരക്ഷയെ നോക്കുക. നമ്മൾ എന്ത് ചെയ്യും? തിരിഞ്ഞു ഓടും. പക്ഷെ അവനെത്തിപ്പെട്ടപ്പോൾ എന്താ ചുറ്റും ആരെയും കാണുന്നില്ല, മരങ്ങളും കാടും, എന്താ ഒരു പ്രത്യേക സൈലൻസ് ആണ്. വല്ലാണ്ട് അവനെ ഭയപ്പെടുത്തുക ചെയ്യുന്നത്.
The silence was impressive and a little frightening. It was different from the silence of a room or street. It was the silence of space of the unknown silence of God. എന്താണ് ഇത്? നമ്മുടെ റൂമിൽ ഒറ്റയ്ക്ക് അടച്ചിരിക്കുമ്പോൾ തോന്നുന്ന നിശബ്ദതയല്ല, അവിടെ തോന്നുന്ന പേടിയല്ല. എന്താ? ഒരു സ്ട്രീറ്റിൽ, ഒരു തെരുവിൽ നമ്മൾ നിൽക്കുമ്പോൾ തോന്നുന്ന നിശബ്ദതയല്ല. എന്താ? അത്രമാത്രം ഭീകരമായിട്ട് തോന്നുകയാണ്. കാരണം ചുറ്റും ആരെയും കാണുന്നില്ല, കൊടും കാട്. അതിന് നടുക്ക് നിൽക്കുമ്പോൾ നമുക്കത് വല്ലാണ്ട് പേടിയൊന്നുമില്ല, നമ്മളാണ്ട് പേടിച്ചു പോകും. ഈ ഒരു സൈലൻസ് അതൊരിക്കലും ഫേസ് ചെയ്യാൻ അവന് കഴിയുന്നില്ല. സൈലൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നിശബ്ദത അത്രമാത്രം നമ്മളെ പേടിപ്പെടുത്തുന്നൊരു സൈലൻസ് ആണെന്ന് പറയുക ചെയ്യുന്നത്. Then as the boy rounded a sharp bend, silence broke into sound. എന്താണ്? അവൻ കുറച്ചങ്ങ് എത്തിയില്ലേ, തിരിഞ്ഞ് അവിടെ എത്താറായപ്പോൾ എന്താ, പെട്ടെന്ന് ഇതൊരാൾ നിശബ്ദതയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു സൗണ്ട് കേൾക്കുക. എന്തായിരിക്കും സൗണ്ട്? എന്തായിരുന്നു അവൻ്റെ ഡിറ്റർമിനേഷൻ? അവൻ എന്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടെ? അപ്പോൾ എന്ത് സൗണ്ട് ആയിരിക്കും അവൻ കേട്ടാൽ നോക്കാം കേട്ടോ. എ സഡൻലി റോറിങ് സൗണ്ട്, സൗണ്ട് ഓഫ് ദി വാട്ടർ. എന്താ സഡൻലി? റോറിങ് മീൻസ് ഒഴുകുന്ന, കുത്തനെ ഇരമ്പുന്ന സൗണ്ട്. റോറിങ് സൗണ്ട് മീൻസ് ഇരമ്പൽ. അവൻ എന്തിൻ്റെ ഇരമ്പലായിരിക്കും കേട്ട് കാണുക? ദ റോറിങ് സൗണ്ട് ഓഫ് എന്താണ്? ദി വാട്ടർ. വെള്ളം വീഴുന്ന ശബ്ദമാണ് അവൻ കേട്ടത്. എവിടുന്ന് വീഴുന്ന വെള്ളം ആയിരിക്കും അത്? ഫാർ ഡൗൺ ഇൻ ദ വാലി the river trembled over rocks. The boy gasped and began to run. He slipped and stumbled, but still he ran. Then he was ankle deep in the painfully cold mountain water. And the water was blue and white and wonderful. എന്താ? അവന് ഈ ശബ്ദം കേട്ട പിന്നെ അവൻ തടുത്ത് നിൽക്കാൻ വയ്യ. എന്താ ചെയ്യുന്നത്? അങ്ങ് ഓടുക ചെയ്യുന്ന അല്ലേ? ഇതുവരെ അവൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടി വന്നു. പെട്ടെന്ന് ആ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി, ഇതാ സൗണ്ടാ. എന്തിൻ്റെ സൗണ്ടാ? നദിയിൽ. അവൻ കാണാൻ വന്ന നദിയിലോട്ട് വെള്ളം വീഴുന്ന ശബ്ദമാണ്. മറ്റൊന്നും നോക്കണം, എന്താ ചെയ്യുന്നത്? ഓടുക ചെയ്യുന്നത്. ഒരുപാടൊന്നും വീഴാൻ പോകും, 2-3 തവണ വീഴാനൊക്കെ പോകുന്നു. പക്ഷെ അതുപോലെ ശ്രദ്ധിക്കാണ്ട് അവൻ ഓടിപ്പോയി ചെയ്യുന്നത്. എന്തിനു വേണ്ടി? നദി കാണാൻ വേണ്ടി. അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ? വെള്ളം അല്ലേ? വെള്ളത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൈൻ വാട്ടർ. പെയിൻഫുള്ളി കോൾഡ് മീൻസ് നമുക്ക് തോന്നും തണുപ്പ്. നമുക്ക് തണുപ്പ് ഇഷ്ടം, പക്ഷെ ചില സമയത്ത് തണുപ്പ് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഒരു പ്രത്യേക കുത്തുന്ന പോലത്തെ ഫീൽ ആയിരിക്കും. നമ്മൾ വെള്ളത്തിൽ നമ്മൾ കാണുന്ന കുഞ്ഞു തോടുകളോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, ഈ ഒരുപാട് മലമുകളിൽ നിന്നൊക്കെ വീഴുന്ന വെള്ളം പ്രത്യേക തണുപ്പായിരിക്കും. പാറക്കെട്ടിലൊക്കെ വെള്ളം പ്രത്യേക തണുപ്പായിരിക്കില്ലേ? അപ്പോൾ പെയിൻഫുള്ളി കോൾഡ് വാട്ടറാണ് പറയുന്നത്. അത്രമാത്രം ഒരു കുത്തുന്ന തണുപ്പുള്ള വെള്ളം. എന്താ? വെള്ളത്തിൻ്റെ കളറിനെ കുറിച്ചും പറഞ്ഞു. വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ്. നീലയും വെള്ളയും എന്ന് വെച്ചാൽ എന്താ? വെള്ളത്തിൻ്റെ കളർ നമുക്ക് പറയാൻ പറ്റും. എന്ത് കളറാണ് വെള്ളത്തിന്? നമുക്ക് അറിയോ? എന്താ അവൻ പറയുന്നത്? ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാം. വെള്ളത്തിന് അത്രമാത്രം ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? അവൻ്റെ ഒരു ജേണി എവിടേക്കാണ്? അവൻ്റെ അവൻ്റെ ഡ്രീമിലോട്ടുള്ള ഡിറ്റർമിനേഷൻ. നിങ്ങളാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മളൊക്കെ എന്താ ചെയ്യാറ്? ഇപ്പോൾ ഇതിൽ സ്റ്റോറി പറഞ്ഞെന്ന് കരുതി നമ്മൾ എന്താ ചെയ്യണം? നേരെ റിവർ കാണാൻ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി അല്ല. നമ്മുടെ ഡിറ്റർമിനേഷൻ എന്തായിരിക്കണം? നമ്മുടെ ഡ്രീം എന്തായിരിക്കും? നമ്മുടെ ജേണി എവിടേക്കായിരിക്കണം? യുവർ ഡ്രീം. നമ്മൾ ഡ്രീമിലോട്ടായിരിക്കണം അല്ലേ? നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരിക്കും. അത് അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ എന്താ പേടിക്കുന്നത്? നമ്മൾ എപ്പോഴും പേടിക്കുന്ന കാര്യം എന്താ? എന്നെ കൊണ്ട് കഴിയുമോ? എനിക്കിതിന് പറ്റുമോ? ഞാൻ അത്രമാത്രം ഒരു വലിയ ആളല്ല, മേ ബി ഞാൻ അതിൽ തോറ്റു പോകും എന്ന് നമ്മൾ എന്താ ചെയ്യുക? പിന്മാറാൻ നോക്കും. അപ്പോൾ റെസ്കിൻ ബോർഡ് നല്ല മെസ്സേജ് എന്താണ്? നമുക്ക് ലൈഫിൽ എന്ത് പ്രോബ്ലംസ് വന്നാലും നമ്മുടെ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ? നമ്മുടെ ബോയ് അവൻ്റെ ആഗ്രഹങ്ങൾ എന്താ? അവൻ്റെ ഡ്രീം എന്തായിരുന്നു? ടു സീ ദ റിവർ കാണാനുള്ള ഡ്രീം എന്താ? അവൻ നടത്തിയില്ലേ? എത്രമാത്രം പ്രശ്നങ്ങൾ മുന്നോട്ടുണ്ടായിട്ട് പോലും അവൻ പുറകോട്ട് പോരാണ്ട് എന്താ ചെയ്തത്? അവൻ്റെ ആഗ്രഹത്തിലോട്ട് പോവുക തന്നെ ചെയ്തത്. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ലൈഫിൽ നിങ്ങളുടെ ഡ്രീം എന്താണോ അത് ചുമ്മാ റിവർ കാണൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും. ആ ഡ്രീംസ് എന്ത് പ്രോബ്ലംസ് വന്നാലും ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ അത് നേടിയെടുക്കുക. അതിന് ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിൽ ഉണ്ടായിരിക്കും, തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. എന്തിനും ഫേസ് ചെയ്യാൻ നമുക്ക് കഴിയും. നമ്മൾ കേപ്പബിൾ ആയിരിക്കണം. എന്ത് വന്നാലും അത് തട്ടിത്തെറിപ്പ് മീൻസ് ദേഷ്യം കാണിച്ച് മുന്നോട്ട് പോകാനല്ല, നമ്മൾ എന്തിനും ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറ്റുമെന്ന് ഉറപ്പ് നമ്മുടെ മനസ്സിന് വേണം മുന്നോട്ട് പോവുക. നമുക്ക് സ്റ്റോറി നന്നായി വായിച്ച് നോക്കുക, 1-2 തവണ വായിച്ച് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അത് നന്നായി നോക്കാം. നിങ്ങൾ വായിച്ച് നോക്കുക, സ്വന്തമായി ആൻസർ ചെയ്യാൻ നോക്കാം. അതിൻ്റെ കൂടെ ഞാനും പറയാം. പക്ഷേ എന്താ, നമ്മൾ എന്തും ആദ്യം ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് കണക്ട് ചെയ്ത് നോക്കാം ഏതാ ശരിയായ ആൻസർ നമുക്ക് അപ്പം മനസ്സിലാവും. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതുവരെ കാണുന്നവരെ ബൈ.